ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലെ ബാക്കി കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഫെബ്രുവരിയിൽ 2021 ഫെബ്രുവരിയിൽ എന്തായാലും പ്രിലിമിനറി എക്സാം ഉണ്ടാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കട്ടെ. ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്തായാലും കേട്ട് പോവുക. എന്നിട്ട് ഫൈനലാവുമ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. COVID-19 പകർച്ചവ്യാധി ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 75% വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ് കേട്ടോ. COVID-19 പകർച്ചവ്യാധി ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 75% വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. അടുത്ത് നോക്കാം. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. അടുത്ത് നോക്കാം. അടുത്തിടെ മൊഹാലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ ഏതിൽ നിന്നാണ് കുറഞ്ഞ ചെലവിൽ ഇലക്ട്രോ കാറ്റലിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്തത്? ഫിഷ് ഗിൽസ് ആണ് കേട്ടോ. അടുത്തിടെ മൊഹാലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ ഏതിൽ നിന്നാണ് കുറഞ്ഞ ചെലവിൽ ഇലക്ട്രോ കാറ്റലിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്തത്? ഫിഷ് ഗിൽസ്. നെക്സ്റ്റ് വൺ നോക്കാം. ഭാരത് പാതേ ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയം ഏതാണ്? മാനവ വിഭവശേഷി വികസന മന്ത്രാലയമാണ്. ഏതാണ്? മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. അപ്പോൾ ഭാരത് പാതേ ഓൺലൈൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് കേട്ടോ. ഭാരത് പാതേ ഓൺലൈൻ ക്യാമ്പയിൻ. നെക്സ്റ്റ് വൺ നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത്തെ വാർഷികമാണ് രാജ്യം 2020 ഏപ്രിൽ 13 ആചരിച്ചത്? 101ാമത്തെ. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത്തെ വാർഷികമാണ് രാജ്യം 2020 ഏപ്രിൽ 13 ആചരിച്ചത്? 101. അടുത്ത് നോക്കാം. ചൈനയുടെ ആദ്യത്തെ ചൊവ്വ പരിവേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ടിയാൻവെൻ 1. എന്താണ്? ടിയാൻവെൻ 1. ചൈനയുടെ ആദ്യത്തെ ചൊവ്വ പരിവേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ടിയാൻവെൻ 1. അടുത്ത് നോക്കാം. ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 26-നാണ്. ഓക്കെ, ഏപ്രിൽ 26-നാണ് ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനമായി ആചരിക്കുന്നത്. അടുത്ത് നോക്കാം. നൂതന RNA എക്സ്ട്രാക്ഷൻ കിറ്റായ ചിത്ര മാഗ്ന വികസിപ്പിച്ചെടുത്തത് ആരാണ്? SCTIMIST ആണ് കേട്ടോ. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ നൂതന RNA എക്സ്ട്രാക്ഷൻ കിറ്റായ ചിത്ര മാഗ്ന വികസിപ്പിച്ചെടുത്തത് ആരാണ്? ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്ത് നോക്കാം. IAS IPS ഉദ്യോഗസ്ഥർ ചേർന്ന് കൊറോണ വൈറസിനെതിരെ പോരാടാൻ രൂപീകരിച്ച സംരംഭത്തിൻ്റെ പേരെന്താണ്? കരുണ. ഓക്കെ, IAS IPS ഉദ്യോഗസ്ഥർ ചേർന്ന് കൊറോണ വൈറസിനെതിരെ പോരാടാൻ രൂപീകരിച്ച സംരംഭത്തിൻ്റെ പേരെന്താണ്? കരുണ. അടുത്ത് നോക്കാം. മൈ ബുക്ക് മൈ ഫ്രണ്ട് ക്യാമ്പയിൻ ആരംഭിച്ചത് ആരാണ്? രമേശ് പോഖ്രിയാൽ നിഷാങ്ക്. ആരാണ്? രമേശ് പോഖ്രിയാൽ നിഷാങ്ക്. നമുക്കറിയാം രമേശ് പോഖ്രിയാൽ നിഷാങ്ക് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. COVID-19 രോഗികളെ ചികിത്സിക്കുന്നതിനായി ഏത് സന്നദ്ധ സംഘടനയാണ് ഒരു റോബോട്ടിനെ സംഭാവന ചെയ്തത്? വിശ്വശാന്തി ഫൗണ്ടേഷൻ. COVID-19 രോഗികളെ ചികിത്സിക്കുന്നതിനായി ഏത് സന്നദ്ധ സംഘടനയാണ് ഒരു റോബോട്ടിനെ സംഭാവന ചെയ്തത്? വിശ്വശാന്തി ഫൗണ്ടേഷൻ. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലേക്കാണ് മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ റോബോട്ടിനെ സംഭാവന ചെയ്തത് കേട്ടോ. അതും കൂടെ ഓർക്കുക. അപ്പോൾ COVID-19 രോഗികളെ ചികിത്സിക്കുന്നതിനായി ഏത് സന്നദ്ധ സംഘടനയാണ് ഒരു റോബോട്ടിനെ സംഭാവന ചെയ്തത്? വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഭക്ഷ്യസാധനങ്ങൾ അതത് സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ ഗതാഗതം സുഗമമാക്കുന്നതിന് കാർഷിക മന്ത്രാലയം ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കൃഷിരഥ്. ഭക്ഷ്യസാധനങ്ങൾ അതത് സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ ഗതാഗതം സുഗമമാക്കുന്നതിന് കാർഷിക മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്പാണ് കൃഷിരഥ് കേട്ടോ.
അതായത് ഭക്ഷ്യസാധനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കാർഷിക മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്പാണ് കൃഷിരഥ് കേട്ടോ. കാർഷിക മന്ത്രാലയം കൃഷിരഥ്. അടുത്ത് നോക്കാം, 4 മാസത്തിന് ശേഷം ലഡാക്കിനെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏത് ദേശീയപാതയാണ് സർക്കാർ തുറന്നു നൽകിയത്? ശ്രീനഗർ ലേ ദേശീയപാത. ഓക്കെ, 4 മാസത്തിന് ശേഷം ലഡാക്കിനെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏത് ദേശീയപാതയാണ് സർക്കാർ തുറന്നു നൽകിയത്? ശ്രീനഗർ ലേ ദേശീയപാത. നെക്സ്റ്റ് വൺ നോക്കാം, ഏത് സംസ്ഥാനമാണ് സുജലാം സുഫലാം ജൽ സഞ്ജയ് അഭിയാൻ പദ്ധതിയുടെ 3ാം ഘട്ടം ആരംഭിച്ചത്? ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്താണ് സുജലാം സുഫലാം ജൽ സഞ്ജയ് അഭിയാൻ പദ്ധതിയുടെ 3ാം ഘട്ടം ആരംഭിച്ചത്. അടുത്ത് നോക്കാം, COVID-19 പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സാമ്പിൾ കളക്ഷൻ കിയോസ്കി അവതരിപ്പിച്ചത് ആരാണ്? DRDO. DRDO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അടുത്ത് നോക്കാം, അന്താരാഷ്ട്ര ബഹിരാകാശ യാത്ര ദിനം എപ്പോഴാണ് ആചരിക്കുന്നത്? ഏപ്രിൽ 12. ഏപ്രിൽ 12-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ യാത്ര ദിനം നമ്മൾ ആചരിക്കുന്നത്. അടുത്ത് നോക്കാം, ലോക്ക്ഡൗൺ സമയത്ത് ഏത് ജില്ലയിലാണ് കുടുംബശ്രീ ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ലോക്ക്ഡൗൺ സമയത്ത് ഏത് ജില്ലയിലാണ് കുടുംബശ്രീ ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്? ആലപ്പുഴ. അടുത്ത് നോക്കാം, ലോക പൈതൃക ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക പൈതൃക ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 18. നെക്സ്റ്റ് വൺ നോക്കാം, സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെൻഡ്സ് ഇൻ വേൾഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2019 എന്ന റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? USA ആണ് കേട്ടോ. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെൻഡ്സ് ഇൻ വേൾഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2019 എന്ന റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്, USA ആണ്. നെക്സ്റ്റ് വൺ നോക്കാം, അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം പ്രതിരോധ മേഖലയിൽ കൂടുതൽ പണം ചിലവാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷമാണ് കേട്ടോ. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം പ്രതിരോധ മേഖലയിൽ കൂടുതൽ പണം ചിലവാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത് നോക്കാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി ആക്ട് പ്രകാരം ഗുണഭോക്താക്കൾക്ക് എത്ര രൂപയാണ് ജമ്മു കാശ്മീർ സർക്കാർ പ്രഖ്യാപിച്ചത്? 183 കോടിയാണ് കേട്ടോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി ആക്ട് പ്രകാരം ഗുണഭോക്താക്കൾക്ക് എത്ര രൂപയാണ് ജമ്മു കാശ്മീർ സർക്കാർ പ്രഖ്യാപിച്ചത്? 183 കോടി. അടുത്ത് നോക്കാം, ലോക ഭൗമ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 22-നാണ് ലോക ഭൗമ ദിനം ആചരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കോത്താരി. ഓക്കെ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കോത്താരിയാണ്. നെക്സ്റ്റ് വൺ നോക്കാം, അന്താരാഷ്ട്ര ഖനി ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 4-ലാണ്. അന്താരാഷ്ട്ര ഖനി ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 4. ഏപ്രിൽ 4-നാണ് അന്താരാഷ്ട്ര ഖനി ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. അടുത്ത് നോക്കാം, COVID-19 വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ വികസനം സാധ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുന്നത് കെ വിജയരാഘവനാണ്. ഓക്കെ, COVID-19 വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ വികസനം സാധ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുന്നത് കെ വിജയരാഘവനാണ്. നെക്സ്റ്റ് വൺ നോക്കാം, ദേശീയ സിവിൽ സർവീസസ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 21. ഏപ്രിൽ 21-നാണ് ദേശീയ സിവിൽ സർവീസസ് ദിനം ആചരിക്കുന്നത്. അടുത്ത് നോക്കാം, കുറഞ്ഞ ചിലവിൽ വെന്റിലേറ്റർ റഹ്ദാർ വികസിപ്പിച്ചെടുത്തത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്? IIT ബോംബെ. കുറഞ്ഞ ചിലവിൽ വെന്റിലേറ്റർ റഹ്ദാർ വികസിപ്പിച്ചെടുത്തത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്? IIT ബോംബെയാണ്. അടുത്ത് നോക്കാം, ഹബിൾ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ച വർഷം ഏതാണ്? 1990-ലാണ് കേട്ടോ. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ച വർഷം ഏതാണ്? 1990. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം, COVID-19 പകർച്ചവ്യാധികൾക്കെതിരെ ഏത് ആൻറ്റിവൈറൽ മരുന്ന് ഉപയോഗിക്കാമെന്നാണ് അടുത്തിടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രഖ്യാപിച്ചത്? റാംഡെസിവിർ ആണ് കേട്ടോ. COVID-19 പകർച്ചവ്യാധികൾക്കെതിരെ ഏത് ആൻറ്റിവൈറൽ മരുന്ന് ഉപയോഗിക്കാമെന്നാണ് അടുത്തിടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രഖ്യാപിച്ചത്? റാംഡെസിവിർ ആണ്. അടുത്ത് നോക്കാം, ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17-നാണ് ലോക ഹീമോഫീലിയ ദിനം, ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം, ജമ്മു കാശ്മീരിലെ എത്ര സംസ്ഥാന നിയമങ്ങളാണ് ഈയിടെ റദ്ദാക്കിയത്?
25 കേട്ടോ. ജമ്മു കാശ്മീരിലെ എത്ര സംസ്ഥാന നിയമങ്ങളാണ് ഈയിടെ റദ്ദാക്കിയത്? 25. നെക്സ്റ്റ് വൺ നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ചെർണോബിൽ ദുരന്ത അനുസ്മരണ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 26. അന്താരാഷ്ട്ര തലത്തിൽ ചെർണോബിൽ ദുരന്ത അനുസ്മരണ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 26. ചെർണോബിൽ ആണവോർജ്ജം റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് ചെർണോബിൽ ദുരന്തം ഉണ്ടായത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ചെർണോബിൽ ദുരന്ത അനുസ്മരണ ദിനം എന്നാണ്? ഏപ്രിൽ 26. നെക്സ്റ്റ് വൺ നോക്കാം. ഏതു കേന്ദ്ര മന്ത്രാലയമാണ് സ്റ്റാൻഡേർഡ് ഇന്ത്യ ഇ പോർട്ടൽ ആരംഭിച്ചത്? ടൂറിസം മന്ത്രാലയം. ഓക്കെ, ഏത് കേന്ദ്ര മന്ത്രാലയമാണ് സ്റ്റാൻഡേർഡ് ഇന്ത്യ ഇ പോർട്ടൽ ആരംഭിച്ചത്? ടൂറിസം മന്ത്രാലയം. അടുത്ത് നോക്കാം. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 24. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നാളെ നമുക്ക് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കറിയാം പ്രിലിമിനറി എക്സാമിൻ്റെ കൺഫർമേഷൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? നവംബർ 23 തൊട്ടാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നാളെ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.